ഹലോ ഗായ്സ്. അപ്പം എനിക്കറിയാം നിങ്ങൾ കമൻറ്റ് സെക്ഷൻ വഴിയും Q&A സെഷനൊക്കെ വഴി ഒത്തിരി ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അതായത് ഞാൻ ആരാണ്, എങ്ങനെയാണ് ഈ ബിസിനസ് തുടങ്ങിയത്, എനിക്ക് എത്ര വയസ്സാണ്, മറ്റേ ചേച്ചി പാർട്ട്ണറായിരുന്നോ, മറ്റേ ചേച്ചി എന്തിയേ, മറ്റേ കുട്ടി എന്തിയേ, ഇങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചോദിക്കുന്നുണ്ടെന്നറിയാം. ഇതിനൊന്നും ഇതുവരെ ഞാൻ ഉത്തരം തന്നിട്ടില്ല. അപ്പോൾ ഇതിനൊക്കെയുള്ളൊരു ഉത്തരവായിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മളിന്നൊരു Q&A സെഷനാണ് നടത്തുന്നത്. നിങ്ങൾ ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഞാൻ ആരാണ്, ഞാൻ ഏതാണ് എന്നാണെന്നൊക്കെ, ഞാൻ ഫാഷൻ സ്റ്റുഡൻ്റ് ആണോ, ഫാഷൻ ഡിസൈനിങ് ആണോ പഠിച്ചത്, ഇങ്ങനെയൊക്കെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഞാൻ ആരോ ഏട്ടാ. അപ്പം എൻ്റെ പേര് റീച്ചൽ. ഞാൻ എൻ്റെ സ്വന്തം വീട് ചങ്ങനാശ്ശേരിയിലാണ്. ഞാനൊരു എൻ്റെ സ്കൂൾ എന്നൊക്കെ പറഞ്ഞാൽ ഞാനൊരു 5-6 സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. എൻ്റെ സ്വഭാവം കൊണ്ടല്ല കേട്ടോ, ഇങ്ങനെ ഒത്തിരി പ്ലേസസ് മാറി താമസിച്ചത് കൊണ്ടാണ്. ഞാൻ ചെറുതിലെ എൻ്റെ പപ്പയും മമ്മിയും ഞങ്ങളെല്ലാവരും ഫാമിലിയായിട്ട് സൗദിയിലായിരുന്നു. അവിടെ ഒരു 5ാം ക്ലാസ്സൊക്കെ വരെ നിന്നു. പിന്നെ നാട്ടിൽ വന്നു. പിന്നെ നാട്ടിൽ കുറക്കാലം പപ്പയുടെ കസിൻസിൻ്റെ കൂടെ ആയിരുന്നു. ഒരു 3 വർഷക്കാലം ചങ്ങനാശ്ശേരിയിൽ നിന്ന് പഠിച്ചു. പിന്നെ ഇവിടുന്ന് മാറി എൻ്റെ അമ്മയുടെ വീട്ടിലോട്ടാക്കി. അമ്മയുടെ വീട്ടിലൊരു 2 വർഷം പഠിച്ചു, 10ാം ക്ലാസ് വരെ. അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ അമ്മ നാട്ടിൽ വന്നപ്പോഴത്തേക്ക് പിന്നെ ഞങ്ങൾ തിരിച്ച് ചങ്ങനാശ്ശേരിയിലോട്ട് ഷിഫ്റ്റായി. പിന്നെ +1 +2 ഇവിടെയായിരുന്നു. +2 കഴിഞ്ഞ് എല്ലാവരെയും പോലെ തന്നെ വല്ല മെഡിക്കൽ ഫീൽഡിൽ പോകണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ സയൻസൊക്കെ എടുത്ത് പഠിച്ച് ഫുൾ A+ ഒക്കെ വാങ്ങി. അറിയാതെ വാങ്ങിയതാണ്. ഫുൾ A+ ഒക്കെ വാങ്ങിയിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ നിന്നപ്പം എൻ്റെ അമ്മ നേഴ്സാണ്. അപ്പം മമ്മി പറഞ്ഞു, എങ്കിൽ ഓക്കെ നേഴ്സിങ്ങിന് പോകും, അതാകുമ്പോൾ നിനക്ക് ജോലി ഉണ്ടാവും, നല്ല എന്തായാലും ജോലി ഉണ്ടാവും എന്ന ഒരു ഉറപ്പിൽ അമ്മ പറഞ്ഞതുകൊണ്ട് ഞാൻ നേഴ്സിങ്ങിന് അങ്ങനെ ഇറങ്ങി. അങ്ങനെ ഞാൻ LBS വഴി ഗവൺമെൻറ് നഴ്സിംഗ് കോളേജ് ട്രിവാൻഡ്രത്ത് എനിക്ക് അഡ്മിഷൻ കിട്ടി. അങ്ങനെ ഞാൻ എൻ്റെ ഒരു 4.5 വർഷക്കാലം ട്രിവാൻഡ്രത്ത് ഗവൺമെൻറ് കോളേജിലായിരുന്നു എൻ്റെ നഴ്സിംഗ് പഠനം നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ വീട്ടുകാർ ഉന്തിയും തള്ളിയൊക്കെ നമ്മൾ ഒരുപാട് പേര് അങ്ങനെ കോഴ്സസ് എടുക്കാറുണ്ടല്ലേ. ഞാനും അങ്ങനെ പോയ ഒരാളാണ്. പ്രത്യേകിച്ച് എനിക്ക് ഓപ്ഷനൊന്നുമില്ല. എനിക്ക് ഡിഗ്രിയൊക്കെ പഠിച്ച് അടിച്ച് പൊളിച്ച് നല്ലൊരു കോളേജിലൊക്കെ പഠിക്കണം എന്നൊക്കെയായിരുന്നു ആഗ്രഹം. പക്ഷേ വീട്ടിലെ സാമ്പത്തിക അവസ്ഥയും പിന്നെ വീട്ടുകാരുടെ ഒരു പ്രഷറും ഒക്കെ കൊണ്ട് നമ്മൾ നഴ്സിംഗ് എടുത്ത് അങ്ങനെ ഒരുപാട് പേരുണ്ടാവും. വീട്ടുകാരുടെ ഒരു ഉന്തും തള്ളും കൊണ്ട് ഇഷ്ടമില്ലാത്ത കോഴ്സിന് ചേർന്ന് പിന്നെ അതിനെ പഠിച്ച് അവിടെ ഇങ്ങനെ ജീവിതം ഇതാക്കുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ, എൻ്റെ കൂടെ കൂട്ടിനുണ്ടെന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾ ആലോചിക്കും നഴ്സിംഗ് പഠിച്ച ഈ ചേച്ചി എങ്ങനെ ബിസിനസ്സിലെത്തി എന്നുള്ളത്. അതൊക്കെ നമ്മൾ വഴിയേ പറയാം കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ എൻ്റെ നഴ്സിംഗ് ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നു. പിന്നെ എൻ്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ല ഞാൻ ഗ്രാജുവേറ്റ് ആണ് കേട്ടോ, നഴ്സിംഗ് പാസ്സായി. ഞാൻ ഇടയ്ക്ക് ഡ്രോപ്പ് ഔട്ടൊന്നും ചെയ്തിട്ടില്ല. ഫുൾ കംപ്ലീറ്റ് കോഴ്സും ക്ലിനിക്കൽസും കോമ്പൻസേഷൻ വരെ ചെയ്തിട്ടാണ് ഞാനിവിടെ ഇരിക്കുന്നത്. പിന്നെ ഇൻറ്റേൺഷിപ്പ് മാത്രമാണ് ചെയ്യാൻ. ഞാൻ ഗവൺമെൻറ് കോളേജ് ആയതുകൊണ്ട് 1 ഇയർ കമ്പൽസറി ഇൻറ്റേൺഷിപ്പ് ഉണ്ട്. അത് മാത്രം ഞാൻ ചെയ്തില്ല. അതിന് മുന്നെയാണ് പീച്ചോൾട്ട് തുടങ്ങുന്നത്, അതുകൊണ്ട് അത് ചെയ്തിട്ടില്ല. അപ്പോൾ ഇനി പീച്ചോൾട്ട് എങ്ങനെയാണ് തുടങ്ങിയെന്നുള്ളത്. പീച്ചോൾട്ട് ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്തത് 2023-ലാണെങ്കിലും ശരിക്കും തുടങ്ങിയത് 2020-ലാണ്. അതായത് 2020-ലാണ് ഞാനും എൻ്റെ ബോയ് ഫ്രണ്ടും മീറ്റ് ചെയ്യുന്നതും റിലേഷൻഷിപ്പിലാവുന്നതും. അപ്പം 2020 ഞങ്ങൾ കോവിഡിൻ്റെ ടൈമിലാണ്. ഞങ്ങൾ കൊറോണ പ്രണയ കഥയായിരുന്നു ഞങ്ങളുടേത്. ആ കഥയൊക്കെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്, കുറേ പറയാനുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ, അത് വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാം. അപ്പം ഞങ്ങൾ റിലേഷൻഷിപ്പിലായി. അവൻ ബിസിനസ് സ്റ്റുഡൻ്റ് ആണ്. അവനിങ്ങനെ സ്റ്റോക്ക് മാർക്കറ്റ് അല്ലറ ചില്ലറ ചെറിയ ബിസിനസ് കാര്യങ്ങൾ അതിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണ്. ഞാൻ അതേ സമയത്ത് നമ്മുടെ തിരുവനന്തപുരത്ത് ഗവൺമെൻറ് കോളേജിൽ നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ നഴ്സിംഗ് പഠിച്ച് എനിക്ക് ജർമ്മനി പോകാൻ വലിയ ഇഷ്ടമായിരുന്നു. അപ്പം ഞാൻ ഒരു 4th ഇയർ ഒക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ ജർമ്മൻ പഠിച്ചു തുടങ്ങിയായിരുന്നു. അപ്പം പെട്ടെന്ന് പഠിച്ചിറങ്ങി ജർമ്മൻ എല്ലാം ലെവലും പാസ്സായിട്ട് ജർമ്മനിക്ക് പോകാം. അപ്പം അതേ സമയത്ത് ഇവനും ആ ഒരു ടൈം പാസ് ഔട്ടൊക്കെ ആയിട്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ ഇവനും ജർമ്മൻ പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഇവൻ അവിടെ പോയിട്ട് ബിസിനസ്സിൻ്റെ PG ചെയ്ത് പിന്നെ ഞങ്ങൾ രണ്ടുപേരും അവിടെ സെറ്റിലാകാം എന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു ഞങ്ങൾ ഒരു 2023 ഒരു ജൂൺ മാസക്കാലം വരെ. അപ്പം നിങ്ങൾ ചോദിക്കും, മറ്റേ ചേച്ചി എന്തിയെ? അയ്യോ മറ്റേ ചേച്ചി ഇതിനകത്തില്ലേന്ന്. മറ്റേ ചേച്ചി കഥയിലുണ്ട്, പക്ഷേ ഈ തുടക്കത്തിലോ നമ്മുടെ ഈ
സ്പിരിച്വാലിറ്റി തുടങ്ങുന്ന ടൈമിലോ ഒന്നും ഈ ചേച്ചി ഇല്ല. അപ്പം അത് നമുക്ക് അതിനെ പറ്റിയിട്ടുള്ളത് പിന്നെ പറയാം കേട്ടോ. അപ്പം ഞങ്ങൾ രണ്ടുപേരും ലൈക്ക് ഫിനാൻഷ്യലി അത്ര ഭയങ്കര സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരല്ലായിരുന്നു ഞാനും എൻ്റെ ബോയ് ഫ്രണ്ടും. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും വീടില്ല. ഞങ്ങൾ രണ്ട് വീട്ടുകാരും വാടക വീട്ടിലൊക്കെ താമസിച്ച് അങ്ങനെ നിൽക്കുന്ന ഒരു ടൈമാണ്. അപ്പോൾ ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും പുറത്തു പോവുക, കാശുണ്ടാക്കുക, എല്ലാവരെയും പോലെ എന്താ റിച്ച് ആവുക എന്നൊക്കെയുള്ള ഒരു ഗോൾസൊക്കെ മനസ്സിൽ വെച്ചിട്ടാണ് ഞങ്ങളിങ്ങനെ നിന്നുകൊണ്ടിരുന്നത്. അപ്പം ഞങ്ങൾ പിന്നെ ജർമ്മനിയിൽ പോകുന്ന കാര്യം ഇങ്ങനെ കാൽക്കുലേറ്റ് ഒക്കെ ചെയ്തപ്പം ലൈക്ക് ഞങ്ങൾക്ക് ഒരു മാസം എന്നാ ചിലവ് വരും, ഒരു മാസം എത്ര രൂപ സേവ് ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ളതും ആലോചിച്ച്, പിന്നെ പുറത്ത് പോയ ഞങ്ങളുടെ ഫ്രണ്ട്സിനോട് അവിടെ എങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ ആലോചിച്ച് വന്നപ്പം അതത്ര നല്ല ഓപ്ഷനായിട്ട് ഞങ്ങൾക്ക് തോന്നിയില്ലായിരുന്നു. കാരണം പുറത്ത് പോയ ഒരുപാട് പേര് നമ്മൾ സ്റ്റോറിയും സ്റ്റാറ്റസും ഒക്കെ കാണുമ്പോൾ അയ്യോ അവർ ഭയങ്കര സെറ്റപ്പിലാണ്, അവർ ഭയങ്കര കറക്കവാ എന്നൊക്കെ നമുക്ക് തോന്നുമെങ്കിൽ പോലും അവരോട് ശരിക്കുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും അവിടുത്തെ കഷ്ടപ്പാട് എന്താണ്, ലൈക്ക് അവിടുത്തെ ടാക്സ്, പിന്നെ നമുക്ക് പാർട്ട് ടൈം ജോലികൾ, ഓവർ ടൈം വർക്ക്, കഷ്ടപ്പെട്ടാൽ നമുക്ക് കാശ് ഉണ്ടാക്കാം. പക്ഷെ ആ ഉണ്ടാക്കുന്ന കാശിൽ നിന്ന് കുറേ ടാക്സ് പോവും, കുറേ അത് പോവും, ഇത് പോവും, പിന്നെ ബാക്കി കിട്ടുന്ന മിച്ചത്തിൽ നിന്ന് കുറച്ച് നാട്ടിലേക്ക് അയക്കണം, പിന്നെ നമ്മുടെ അവിടുത്തെ ചിലവുകൾ. അപ്പം ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് വന്നപ്പം നമുക്ക് ബെറ്റർ ഓപ്ഷൻ ഏത് വേണം എന്നുള്ള ഒരു കൺഫ്യൂഷനിൽ ആയി ഞങ്ങൾ. പിന്നെ ഇപ്പം കുറച്ച് നാളുകളായിട്ടുള്ള ഒരു ട്രെൻഡാണല്ലോ വീട്ടിൽ ലോണൊക്കെ വെച്ചിട്ടാണെങ്കിലും എങ്ങനെയൊക്കെ ആണെങ്കിലും ഉള്ള കാശൊക്കെ സ്വരുക്കൂട്ടി മക്കളെ യു കെക്കും കാനഡയ്ക്കും ജർമ്മനിക്കും ഒക്കെ അയക്കുക. പിന്നെ ആ പിള്ളേർ അവിടെ കിടന്ന് കഷ്ടപ്പെട്ട ആ എഡ്യൂക്കേഷണൽ ലോണും ആ വീട്ടിലെ ലോണും എല്ലാം അടച്ചു തീർത്ത് പിന്നെ അവർ സേവിങ്സ് ഉണ്ടാക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് കുറേ സമയമാവും. അപ്പം ഇത് ഞങ്ങൾ ആലോചിച്ച് നോക്കിയപ്പോൾ ഞങ്ങൾക്ക് അതിനോടുള്ള ഇൻട്രസ്റ്റ് പതിയെ കുറഞ്ഞു. എനിക്ക് കുറഞ്ഞു, അവന് നേരത്തെ കുറഞ്ഞു. അതുകൊണ്ട് അവൻ അതിന് മുന്നേ ജർമ്മനിയിലോട്ടുള്ള പ്ലാൻ ഡ്രോപ്പ് ചെയ്തിട്ട് പോളണ്ടിലേക്ക് ജോബ് വിസയ്ക്ക് അപ്ലൈ ചെയ്തു. അത് ഒരു ഫ്രോഡിൻ്റെ കയ്യിലാണ് എങ്ങനെയോ അവൻ പൈസ കൊടുത്തത്. നമുക്ക് ആദ്യം അറിയത്തില്ലായിരുന്നു, പിന്നീട് അത് ഫ്രോഡാന്ന് മനസ്സിലായി. പക്ഷെ ഇവൻ അതിലും വലിയ വില്ലനായതുകൊണ്ട് അവൻ്റെ കയ്യിൽ നിന്ന് അതിൻ്റെ ഇരട്ടി പൈസ വിത്ത് കോമ്പൻസേഷൻ തിരിച്ച് വാങ്ങിച്ചെടുത്തു. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ അന്നേരം B2 ഒക്കെ B1 വരെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈമാട്ടോ. അപ്പം ചങ്ങനാശ്ശേരിയിലുള്ളവർക്ക് അറിയുന്നതുകൊണ്ട് ഇവിടെ ചങ്ങനാശ്ശേരി ബൈപ്പാസ് ഉണ്ട്. ബൈപ്പാസിൻ്റെ അവിടെ അന്നേരം ചായവാല ഒക്കെ ഉണ്ട്. അപ്പോൾ ആരെങ്കിലും ചങ്ങനാശ്ശേരിക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഹായ് പറയണേ. അപ്പോൾ ചങ്ങനാശ്ശേരി ബൈപ്പാസിൽ നിന്ന് ഒരു വട്ടം ചായവാലയിൽ ഞങ്ങൾ ഒരു വട്ടം ചായ കുടിച്ചിട്ട് തിരിച്ചു വരുന്ന വഴിക്കാണ് ഈ ബൈപ്പാസ് റോഡിൽ തന്നെ നമ്മളൊരു ബിൽഡിംഗ് കണ്ടത്. അതിൻ്റെ ഫ്രണ്ടിൽ കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ഫോർ റെൻറ്റ് എന്നൊരു പരസ്യം കണ്ടു. അപ്പം ഞങ്ങളവിടെ നിർത്തിയിട്ട് നമ്മളിങ്ങനെ ആലോചിച്ചു, നല്ല അടിപൊളി ലൊക്കേഷനാണല്ലോ, നല്ല 2 കടമുറി ഒക്കെ ഉള്ളൊരു ബിൽഡിംഗ് ആയിരുന്നു അത്. അപ്പം ഞങ്ങളത് കഴിഞ്ഞ് വീട്ടിൽ പോയപ്പോഴാണ് ഇവൻ്റെ അനിയത്തി കോട്ടയം പോയിട്ട് ഡ്രസ്സ് എടുത്തിട്ട് വന്നിരിക്കുമായിരുന്നു. അപ്പം ഞങ്ങൾ ആലോചിച്ചു, ശരിയാ അവള് ഇവിടെ ചങ്ങനാശ്ശേരിയിൽ ഒരു കടയില്ലാഞ്ഞിട്ടാണ് കോട്ടയം, അല്ലെങ്കിൽ ഞങ്ങൾ യൂഷ്വലി പോകുന്നത് കോട്ടയം അല്ലെങ്കിൽ തിരുവല്ല ഡ്രസ്സൊക്കെ എടുക്കാൻ, അല്ലാന്നുണ്ടെങ്കിൽ ഓൺലൈൻ ഇതാണ് ആശ്രയിക്കുന്നത്. കാരണം ചങ്ങനാശ്ശേരിയിൽ വേറെ വെസ്റ്റേൺ വെയറിന് പ്രത്യേകിച്ച് അങ്ങനെ ഓപ്ഷൻസ് ഒന്നും ഇല്ല. അപ്പം ഞങ്ങൾ ആലോചിച്ചു ശരിയാ, കാരണം ഇവിടെ ഇല്ലാത്ത അല്ലെങ്കിൽ ഇവിടുത്തെ ആൾക്കാരുടെ ഒരു പ്രോബ്ലം പരിഹരിച്ചു കൊടുക്കുന്ന ഒരു ബിസിനസ്സാണ് നമ്മൾ തുടങ്ങുന്നതെന്നുണ്ടെങ്കിൽ അത് വിജയിക്കും എന്നുള്ളത്. അപ്പം നോക്കുമ്പോൾ ഇവിടെ ശരിയാ വുമൺ വെസ്റ്റേൺ വെയർ, എക്സ്ക്ലൂസീവ്ലി വുമൻസിന് വേണ്ടി മാത്രമുള്ള ഒരു വെസ്റ്റേൺ വെയർ ഇവിടെ ഇല്ല. അപ്പം ഞങ്ങൾ ആലോചിച്ചു ഓക്കെ, അപ്പം വെസ്റ്റേൺ വെയർ ഒരു സ്ത്രീകൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു വെസ്റ്റേൺ വെയർ തുടങ്ങിയാൽ എങ്ങനെ ഇരിക്കും എന്നിങ്ങനെ ആലോചിച്ച് അപ്പം അവനും പറഞ്ഞു അത് നല്ലൊരു ഐഡിയ ആണ്. അപ്പം ഞങ്ങൾ രണ്ടുപേരും അത് അംഗീകരിച്ചു. അങ്ങനെ ഞങ്ങൾ അതിലങ്ങ് ഉറപ്പിച്ചു. അങ്ങനെ ഉറപ്പിച്ച് അന്ന് രാത്രി തന്നെ ഞാൻ കിടക്കാൻ പോയി, എപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ കിടക്കാൻ പോവാം. അന്നേരം ഇവൻ എന്നെ വിളിച്ചിട്ട് കംപ്ലീറ്റ് പ്ലാൻ അവൻ ആ രാത്രി കൊണ്ടിരുന്ന് ഉണ്ടാക്കി എന്നോട് പറഞ്ഞു, നമുക്ക് ഇന്ന പോലെ അവിടെ ഇന്ന കാര്യങ്ങൾ ചെയ്യാം, ഇതെന്ന് പറഞ്ഞിട്ട് കംപ്ലീറ്റ് പ്ലാൻ എന്നെ പറഞ്ഞ് കേൾപ്പിച്ചു. ഞാനും ഹാപ്പി, അവനും ഹാപ്പി. അങ്ങനെ പിന്നെ ഉള്ള ഒരു 3-4 ദിവസം ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല. കാരണം ഞങ്ങൾ പിന്നെ പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ പോയി സ്ഥലം കണ്ടു, ഓണറിന് അഡ്വാൻസ് കൊടുത്തു, ഞങ്ങൾ അതിൻ്റെ ഫോട്ടോസ് എടുത്ത് ഞങ്ങൾ കംപ്ലീറ്റ് പ്ലാൻ അന്ന് പിന്നെ ഒരു 3-4 ദിവസത്തേക്ക് പിന്നെ അതായിരുന്നു പണി കേട്ടോ. പിന്നെ എവിടെ സോഴ്സിങ്ങിന് പോകണം, എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ
ഉറക്കം പോലും ഇല്ലാതെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് പ്ലാൻ ചെയ്യലായിരുന്നു. അതിന് അന്ന് കുടിച്ച കാപ്പിയുടെ അതിന് കയ്യും കിടക്കൂല, സത്യം പറഞ്ഞ് ഉറങ്ങിയിട്ടില്ല. 3-4 ദിവസം കഷ്ടപ്പെട്ട് നമ്മൾ എവിടെയൊക്കെ പോകണം, എന്തൊക്കെ പ്രോഡക്റ്റ്സ് ആഡ് ചെയ്യണം, എന്തൊക്കെ വേണം, കടയുടെ ഔട്ട്ലുക്ക് എങ്ങനെ ഇരിക്കണം, ഓരോ ഭിത്തിയിൽ അല്ലെങ്കിൽ ഓരോ അങ്ങനെ ആ ഒരു ആർക്കിടെക്ചർ എങ്ങനെ പ്ലാൻ വരച്ചെടുക്കുന്നോ അതുപോലെ അവൻ വരച്ചെടുത്തു. ഞാൻ പ്രൊഡക്ട്സ് പറഞ്ഞു കൊടുത്തു, ഇന്ന സാധനം വേണം. പിന്നെ നമ്മൾ ചെറുതായിരിക്കുമ്പോൾ ഓൾമോസ്റ്റ് ഒരു കുറേ ഗേൾസിന് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാവും നമുക്ക് ഒരു ഫാഷൻ ബിസിനസ്. കാരണം നമ്മൾ ചെറുതിലെയൊക്കെ നമുക്ക് ഒരുങ്ങാനും എടുക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ് ഒരുപാട് പേര്. അപ്പം ഒരു ക്ലോത്തിങ് ബിസിനസ് അല്ലെങ്കിൽ ഫാഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ്സൊക്കെ തുടങ്ങാനും അത് കാണാനും ഒക്കെ നമുക്ക് ഒരുപാട് പേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനും അങ്ങനെ ഒരാളാണ്. എനിക്കും ഉള്ളിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മളിങ്ങനെ കണ്ടീഷൻഡ് ആണല്ലോ, അതൊന്നും ഒരു ജീവിതമാർഗ്ഗമല്ല. നേഴ്സിങ് അല്ലെങ്കിൽ ഡോക്ടർ, എഞ്ചിനീയർ ഇത് മാത്രമാണ് എന്നൊരു നമ്മളെ കണ്ടീഷൻ ചെയ്ത് അങ്ങനെ പഠിപ്പിച്ച് വെച്ചേക്കുന്നതുകൊണ്ട് നമ്മൾ ബിസിനസ്, ഫാഷൻ ഇതൊക്കെ നമ്മുടെ ഒരു ഹോബി ആയിട്ട് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. നമ്മുടെ ജീവിതമാർഗ്ഗം അതിലെത്തിക്കണമെന്ന് നമ്മൾ ആരും അങ്ങനെ വിചാരിക്കുന്നില്ല. അങ്ങനെ നമ്മൾ പിന്നെ ഞാൻ പറഞ്ഞ പോലെ പിന്നെ പ്ലാനിങ് ആയി, സോഴ്സിങ്ങിനുള്ള ഇതൊക്കെയായി. അങ്ങനെ പീച്ച് വോൾട്ടിൻ്റെ ഉത്ഭവം അവിടെ നിന്ന് തുടങ്ങി. പിന്നെ പീച്ച് വോൾട്ടിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് എവിടെ നിന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവന് പഠിക്കാൻ ഇവൻ ജർമ്മനിക്ക് PGക്ക് പോകാനാണല്ലോ. PGക്ക് നമ്മളറിയാലോ പബ്ലിക് യൂണിവേഴ്സിറ്റി അല്ലാന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഒരു 10-25 ലക്ഷം രൂപയൊക്കെ മുടക്കിയാണ് ആൾക്കാർ പുറത്തേക്ക് പോകുന്നത്. അപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്കും വീടില്ല. അപ്പം ഞങ്ങളുടെ ലാസ്റ്റ് അപ്പക്കഷ്ണം എന്ന് പറയുന്ന സാധനമാണ് അവൻ്റെ കയ്യിലിരുന്നത്, അവന് പഠിക്കാൻ കൊടുത്ത പൈസ. അപ്പം ഇത് ഇവൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പം ഇതാണ് നമ്മൾ പീച്ച് വോൾട്ടിൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് ഇരുന്നത്. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കണം, ഞങ്ങൾ മാരീഡൊന്നും അല്ല, ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ടാണ്. പക്ഷെ ഇവൻ എന്നെ അത്രയും ട്രസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ഈ പീച്ച് വോൾട്ടിൽ ഒരുമിച്ച് നിന്ന് ഒരുമിച്ചിത് തുടങ്ങാം, ഒരുമിച്ചിത് വർക്ക് ചെയ്ത് ഇത് സക്സസ് ആക്കി എടുക്കാം എന്നുള്ള ഒരു വിശ്വാസം അവനെ എനിക്ക് തന്നു. ഞാൻ എൻ്റെ ട്രസ്റ്റ് അവനിലും കൊടുത്തു. അങ്ങനെയാണ് നമ്മൾ പീച്ച് വോൾട്ട് തുടങ്ങുന്നത്. പിന്നെ അപ്പം പീച്ച് വോൾട്ടിൻ്റെ ബിൽഡിങ് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും. ഇങ്ങനെ ഇരുന്നവനെയാണ് നമ്മൾ കുളിപ്പിച്ച് കുട്ടപ്പനാക്കിയത്, ഇങ്ങനെ ആയിട്ട് മാറ്റിയത്. കാരണം ഒരു ദിവസം അതിനകത്ത് ഭിത്തിയൊക്കെ പൊളിക്കാനുണ്ടായിരുന്നു. ആ ഭിത്തിയൊക്കെ പൊളിച്ച കല്ലും മണ്ണും ഞങ്ങൾ ബംഗാളികളൊന്നും നിർത്തിയിട്ടല്ല, ഞങ്ങൾ രണ്ടുപേരും കൂടെ നിന്ന് മറ്റേ ഇതിൽ സാധനം എന്താണ് അതിൻ്റെ പേരറിഞ്ഞൂടാ, അതിട്ട് കോരി വാരി പുറത്ത് കൊണ്ട് കളഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും മാത്രമാണ്. അതുപോലെ ഞങ്ങൾ അതിനകത്ത് കിടന്ന് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞങ്ങളുടെ വേർപ്പൊഴിക്ക് അതിനകത്ത് കിടന്ന് ഉറങ്ങിയിട്ട് വരെയുണ്ട്. കാരണം അത്ര രാത്രിയിലൊക്കെ പണി നടക്കാറുണ്ടായിരുന്നു. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ഞങ്ങൾക്ക് എന്നാ പ്രായമുണ്ട്. ഞാനത് തുടങ്ങുമ്പോൾ എനിക്ക് 23 വയസ്സ്, അവന് 25 വയസ്സ്. അപ്പം ഇത്രയും യങ് ആയിട്ടുള്ള ആൾക്കാർ ഞങ്ങൾ പണിക്കാരെ കണ്ടുപിടിച്ച് അതിനകത്ത് പണി ചെയ്ത് പിന്നെ നമ്മൾ സോഴ്സിങ്ങിന് പോയി. ആദ്യമൊക്കെ നമ്മൾ ഇന്ത്യക്കകത്തുനിന്നായിരുന്നു സാധനങ്ങൾ എടുത്തുകൊണ്ടിരുന്നത്. അപ്പം അതൊക്കെ ചുമട് താങ്ങി നമുക്ക് പല കാര്യങ്ങളും നമ്മൾ അങ്ങനെ പഠിക്കും. നമുക്കൊന്നും അറിയത്തില്ല, ലൈക്ക് ട്രാൻസ്പോർട്ട്, കൊറിയർ സർവീസുകൾ, പണിക്കാരുടെ കാശ്, പണിക്കൂലി, റോ മെറ്റീരിയൽസ്, ഇതൊക്കെ നമ്മൾ ലൈക്ക് ഫ്രം ദ ബിഗിനിങ് ആരും പറഞ്ഞു തരാൻ പോലും ഇല്ല. കാരണം ഞങ്ങളുടെ രണ്ടുപേരുടെയും വീട്ടിൽ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഈ മേഖലയായിട്ട് ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടോ ആരും ഞങ്ങൾക്കില്ല. അപ്പം ഞങ്ങൾ തന്നെ ഇരുന്ന് ഗൂഗിളും വിക്കിപീഡിയ എന്തൊക്കെയാണോ എനിക്കറിഞ്ഞൂടാ ഫോൺ നോക്കി പിന്നെ ആൾക്കാരോട് സംസാരിച്ച് അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ഇതെല്ലാം നമ്മൾ ഒരു പടിയിൽ നിന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് ഒരു വിധത്തിൽ നമ്മളത് സെറ്റ് ചെയ്തെടുത്തത്. പിന്നെ പീച്ച് വോൾട്ട് തുടങ്ങുമ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര നിർബന്ധമുള്ള ഒരു കാര്യമാണ്, ബാക്കിയുള്ള ലൈക്ക് ബിഗ് കോർപ്പറേറ്റ്സ് ഉണ്ട് ലൈക്ക് മാക്സ്, ട്രെൻഡ്സ്, ഇവരെ ഒന്നും പോലെ ആവാതെ നമുക്ക് നമ്മുടേതായ ഒരു യുണീക്ക് വിഷൻ ഉണ്ടാവുക എന്നുള്ളത്. അപ്പം മാക്സ്, ട്രെൻഡ്സ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒത്തിരി കസ്റ്റമേഴ്സ് ഞങ്ങളോട് ഇപ്പോഴും വന്ന് പറയുന്നുണ്ട്. അത് നമുക്ക് യൂഷ്വലി ഇങ്ങനെയുള്ള കടകളിൽ പോകുമ്പം നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ എന്നാന്ന് വെച്ചാൽ രമേശിൻ്റെ കടയിൽ നിന്ന് എടുത്തതല്ലേ പറഞ്ഞില്ല വേണ്ടി, അതായത് ഒരേ സാധനം തന്നെ ഒരു 10 പേരുടെ കാണും. ഇത് നമ്മുടെ സ്റ്റോറിൽ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത്. അതായത് നമ്മുടെ സ്റ്റോറിൽ നിന്ന് എടുക്കുന്ന സാധനം പോലെ വേറെ ഒരിടത്തും ഉണ്ടാവാൻ പാടില്ല. എല്ലാ പ്രൊഡക്ട്സും യുണീക്കായിരിക്കണം, ഒരാൾക്ക് വേണ്ടിയിട്ടുള്ളതായിരിക്കണം. ഒരു സാധനം ഉണ്ട് അത് അയാൾക്ക് വേണ്ടിയിട്ട് മാത്രമുള്ളത്, അതുപോലെ ഒരു 10 പേര് അതുവഴി നടക്കാൻ പാടില്ല എന്നുള്ളത്. അപ്പം അതിനനുസരിച്ച് അപ്പം നമ്മൾ ലൈക്ക് എന്നാൽ അതേസമയം ക്വാളിറ്റിയിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല, ബ്രാൻഡ്സ് ഉണ്ടെങ്കിൽ അങ്ങനെ. അപ്പം നമ്മുടെ ഒരു വിഷൻ എന്ന് പറയുന്നത് നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്ട്സ്,
അത് ബ്രാൻഡഡ് സാധനങ്ങൾ അഫോർഡബിൾ പ്രൈസസിൽ നമുക്ക് ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റണം എന്നുള്ളതായിരുന്നു നമ്മുടെ വിഷൻ. അപ്പം അതിനുള്ള വർക്കാണ് നമ്മൾ ചെയ്തതും അതാണ് നമ്മൾ ഇതിലാക്കിയതും. പിന്നെ കുറേ പേര് എന്നോട് ചോദിച്ചു എൻ്റെ പേഴ്സണൽ ഇൻസ്റ്റഗ്രാം ID എന്താണെന്നുള്ളത്. അപ്പം എൻ്റെ പേഴ്സണൽ ഇൻസ്റ്റഗ്രാം ID റേച്ചൽസ് ഗ്രാം ഇതാണ്. അപ്പം ആക്ച്വലി ഈ പിച്ചോളൊക്കെ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഞാൻ കുറേ നാളായിട്ട് കോണ്ടൻ്റ് ഒക്കെ ചെയ്യുന്നത്, കോണ്ടന്റ് ക്രിയേഷൻ ഇതിൽ തുടങ്ങിയായിരുന്നു. അപ്പം എൻ്റെ കുറേ വീഡിയോസൊക്കെ മേ ബി നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. പഴയ വീഡിയോസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചൊക്കെ വൈറലായ കണ്ടൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം കുറേ പേരൊക്കെ എന്നെ അങ്ങനെ റെക്കഗ്നൈസ് ചെയ്തായിരുന്നു. പക്ഷെ അല്ലാത്തവർക്ക് അറിയാത്ത ഒരുപാട് പേരും ഉണ്ടായിരുന്നു. അപ്പം ഈ പേജിൽ എനിക്കൊരു 30+ K ഫോളോവേഴ്സൊക്കെ അന്നേരം വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് വന്ന ടൈമിൽ ഈ കോണ്ടന്റ് ക്രിയേഷൻ ജേർണിയിൽ എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തതും എനിക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നുകൊണ്ടിരുന്ന അവനാണ്. അപ്പം അവൻ പറയുമായിരുന്നു, അതായത് നമ്മളിപ്പോൾ ഒരു ചെറിയ ബിസിനസ് എന്തെങ്കിലും ഒരു സംരംഭം നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കത് പ്രൊമോട്ട് ചെയ്യാൻ വേറെ പുറത്തുനിന്നൊരു ഇൻഫ്ലുവൻസറിനെയോ അല്ലെങ്കിൽ ഒരു പേജിനെയോ ഒന്നും വിളിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് സ്വന്തമായിട്ട് ഇങ്ങനൊരു കുറച്ച് റീച്ചുള്ളൊരു പേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ബിസിനസ് പ്രൊമോട്ട് ചെയ്യാൻ നമുക്ക് പുറത്തുനിന്ന് ഒരാളുടെ ആവശ്യമില്ല എന്ന് അവൻ പറയുമായിരുന്നു. അത് എന്ത് മുൻകൂട്ടി കണ്ടിട്ടാണെന്നൊന്നും ഞങ്ങൾക്കറിയാം. അന്ന് നമ്മുടെ മുന്നിൽ പീച്ചോട്ടൊന്നും ഇല്ല, നമ്മൾ വെറുതെ പറയാ കണ്ടന്റ്. അപ്പം എനിക്ക് കൊളാബ്സ് ഒക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ബെറ്റിംഗ് പരിപാടിയൊന്നുമില്ല കേട്ടോ, അതൊന്നുമില്ല. ലൈക്ക് ജെനുവൻ ആയിട്ടുള്ള കൊളാബ്സ് ഒക്കെ എനിക്കന്ന് വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനത് ചെയ്യുന്നുണ്ടായിരുന്നു, അല്ലാണ്ട് കണ്ടന്റ് ഇടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ടൈമിൽ ഇതിങ്ങനെ പറയുമായിരുന്നു. അപ്പം സത്യം പറഞ്ഞാൽ അങ്ങനെയാണ് പീച്ചോൾട്ടിൻ്റെ മാർക്കറ്റിംഗ് എങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ ഇത് വ്യക്തമായ പ്ലാനോടുകൂടിയാണ് നമ്മൾ പീച്ചോൾട്ടിൻ്റെ മാർക്കറ്റിംഗ് തുടങ്ങുന്നത്. അത് ബേസ് തുടങ്ങുന്നത് എൻ്റെ അക്കൗണ്ട് വെച്ചിട്ടാണ്. പിന്നെ ഞാൻ നമ്മുടെ വർക്കിൻ്റെ കാര്യം പറഞ്ഞില്ലായിരുന്നു, ആർക്കിടെക്ചറൊക്കെ പ്ലാൻ ചെയ്ത്. ശരിക്കും ഇതൊരു വീടായിരുന്നു. അപ്പോൾ ഈ ഒരു വീട് നമ്മൾ ഒരു കടമുറിയാക്കി എടുത്ത് മാറ്റിയതാ. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രയൽ റൂം ശരിക്കും ഈ വീടിൻ്റെ കിച്ചൺ ആയിരുന്നു. ഇത് മൊത്തം നമ്മൾ വെട്ടിപ്പൊളിച്ച് ഒരു ട്രയൽ റൂമിലേക്ക്, ഒരു എസ്തെറ്റിക് ട്രയൽ റൂമിലാണല്ലോ കൂടുതൽ ഫോട്ടോസ്, മറ്റേ ട്രയൽ റൂം ഫോട്ടോസൊക്കെ നടക്കുന്നത്. അപ്പോൾ നമുക്കതൊരു എസ്തെറ്റിക് രീതിയിലാക്കണമെന്ന് എനിക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു. അപ്പം നമ്മൾ പിന്നെ ട്രയൽ റൂം അത്യാവശ്യം സ്പേഷ്യസും ആയിരിക്കണം. കാരണം ഒരാളല്ലല്ലോ, ചിലപ്പോൾ 2-3 പേര് ഗ്യാങ് ഒക്കെ ആയിട്ടായിരിക്കും വരുന്നത്. അപ്പം അവർക്ക് നിൽക്കാനും എടുക്കാനും ഫോട്ടോ എടുക്കാനും ഒക്കെ ഉള്ളൊരു സ്പേസ് ഉണ്ടായിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമായിരുന്നു. അപ്പോൾ നമ്മളതിലേക്ക് ആൾക്കാർക്കൊരു ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ ഒരു ഇതാക്കിയിട്ട് വലിയ കണ്ണാടിയൊക്കെ വെച്ചിട്ട് ആണ് നമ്മളിവിടെ ട്രയൽ റൂമൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇപ്പം ഞാൻ ഈ കാണിച്ചിരിക്കുന്ന ഈ ഫോട്ടോയിൽ ആ സ്ഥലത്താണ് ഞാൻ ഇപ്പം നിൽക്കുന്നത്. ഇത് ശരിക്കും ഒരു ബെഡ്റൂം പോലെയായിരുന്നു. ഇവിടെ ഒരു ഭിത്തിയൊക്കെ ഉണ്ടായിരുന്നു. ഈ ഭിത്തിയാണ് ഞങ്ങൾ പൊളിച്ച്, ഞാൻ പറഞ്ഞില്ലായിരുന്നോ മറ്റേ കട്ടയൊക്കെ വാരി ഞങ്ങൾ കളഞ്ഞായിരുന്നു എന്ന് പറഞ്ഞു. അത് ഇവിടുത്തെ ഭിത്തിയാണ്, ഈ ഒരു സൈഡ്. പിന്നെ ഇതൊരു റൂമാണ്. ഈ റൂം ഫുൾ ഇത് പിന്നെ നമ്മൾ ഒറ്റ ഹോളാക്കി മാറ്റിയിട്ടാണ് പിന്നെ ഈ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തത്. അപ്പം നമുക്കറിയാം, ഇപ്പം ഏതൊരു ബിസിനസ് തുടങ്ങിയാലും സോഷ്യൽ മീഡിയയിൽ അതിനെല്ലാം അക്കൗണ്ട്സ് ഉണ്ടാവും. കാരണം നമ്മൾ വീഡിയോ ചെയ്യാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഞാൻ ഇങ്ങനെ ഫെല്ലോ ബിസിനസ്, നമ്മുടെ സിമിലർ ബിസിനസ് ഉള്ള ആൾക്കാരുടെ പേജസും കാര്യങ്ങളൊക്കെ നോക്കി. അപ്പോൾ അതിലെല്ലാം നമ്മൾ കാണുന്ന പ്രോഡക്ട്സ് അവർ കാണിക്കുന്നുണ്ട്. പക്ഷെ എന്താണ് ഈ പ്രോഡക്ട്സ്, എങ്ങനെയാണ് ഇത് ഇടേണ്ടത് എന്ന ഐഡിയ ഇല്ലാത്ത ഒരുപാട് പേരുണ്ട്. അപ്പം അവർക്കൊന്നും ഇഷ്ടപ്പെട്ടു ഇതെങ്ങനെ ഇടണം എന്നുള്ള കാര്യത്തിലൊന്നും ആർക്കും ഒരു ഐഡിയ ഇല്ല. അപ്പം ഞങ്ങൾ വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചപ്പോൾ ഞങ്ങൾ ഓർത്തു, ഇങ്ങനെ പ്രൊഡക്ട്സ് കാണിച്ചുകൊണ്ട് മാത്രം നമുക്ക് യുണീക്ക് ആവാൻ പറ്റത്തില്ല. അത് എങ്ങനെ ഇടണം, എങ്ങനെ സ്റ്റൈൽ ചെയ്യണം, നിങ്ങൾക്കിത് എന്താണ് ഇതിൻ്റെയൊക്കെ പേര്. നമ്മളിവിടെ കടയിൽ വരുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്, പലതിൻ്റെയൊന്നും പേര് അവർ പറയും, മേഡം എനിക്ക് പേരൊന്നും അറിയത്തില്ല, ഇങ്ങനെയാ സംഭവം, അത് കയറിയിരിക്കും, അത് ഇറങ്ങിയിരിക്കും. അപ്പം നമ്മൾ പറഞ്ഞു കൊടുക്കും, ഇത് ഇങ്ങനെയാണ് ചേച്ചി, ഇതിൻ്റെ പേര് ഇതാണ്. അപ്പം ഇതൊക്കെ പറഞ്ഞു കൊടുക്കാൻ നമ്മുടെ ഇങ്ങനെ ഒരു ഫാഷൻ പേജോ അല്ലെങ്കിൽ ഒരു ബിസിനസ് പേജോ ഇല്ല. ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്, അവരൊക്കെ എല്ലാം അറിയാവുന്ന പോലെ അവർ സംസാരിക്കും. പക്ഷെ ഇത് പറഞ്ഞു കൊടുക്കാൻ, അല്ലെങ്കിൽ ഇത് ഇന്നയാണ്, ഇതിൻ്റെ റൂട്ട് ഇങ്ങനെയാണ്, ഇതിൻ്റെ ബേസ് ഇതാണ്, ഇത് ഇങ്ങനെയാണ് ഇടേണ്ടത്, ഇത് ഇതിൻ്റെയൊക്കെ കൂടെ ഇടാം എന്നുള്ള കാര്യങ്ങളൊന്നും ആരും ഒന്നും പറഞ്ഞു കൊടുക്കുന്നില്ല. അപ്പം അത്
അപ്പം ഞങ്ങൾ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ പ്രൊഡക്ട്സ് ഇത് ഇന്നത്, ഇതിൻ്റെ പേര് ഇതാണ്, ഇത് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഇടാം, ഇത് ഇന്ന ബോഡി ഷേപ്പ് ഉള്ളവർക്ക് ഇടാം എന്ന് നമ്മൾ ഒരു ഫാഷൻ നോളജ് കൂടെ നമുക്കിത് കൊടുക്കാം. വെറുതെ ഒരു ബിസിനസ് പ്രൊമോട്ടിങ് മാത്രമല്ല നമ്മുടെ പീച്ച് വേൾഡ് പേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് കാണുന്നവർക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവണം. അതായത് അവർക്ക് അറിയാത്ത എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് നമ്മൾ കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കസ്റ്റമേഴ്സിന് ഹെൽപ്ഫുള്ളാണ്. അത് കാണുന്നവർക്കാണെങ്കിലും അത് കണ്ടുകൊണ്ടിരിക്കാനും അല്ലെങ്കിൽ അവർക്ക് നമ്മളെ ഫോളോ ചെയ്യാനുള്ള ഒരു റീസൺ നമ്മൾ കൊടുക്കുകയാണ്. അപ്പം അങ്ങനെയാണ് പീച്ച് വേൾഡിൻ്റെ മാർക്കറ്റിംഗ് തുടങ്ങുന്നത്. പിന്നെ പീച്ച് വേൾഡ് ഞങ്ങൾക്ക് ആദ്യമേ നിങ്ങൾ ഈ പറയുന്ന പോലെ സെറ്റപ്പ് ഒന്നുമില്ല. കടയൊക്കെ തുടങ്ങുന്നതിന് മുന്നേ ഞങ്ങളിങ്ങനെ ചെറുതായിട്ട് റീൽസൊക്കെ ഷൂട്ട് ചെയ്ത് ഇടാൻ തുടങ്ങിയായിരുന്നു. കടയുടെ മുകൾ ഭാഗത്ത് ഒരു തുണി ഇടുന്ന സ്റ്റാൻഡൊക്കെ വെച്ച് ഞാനതിന് വീഡിയോസ് നിങ്ങളെ കാണിക്കാം. നമ്മൾ വീട്ടിലൊക്കെ തുണി ഇടുന്ന സ്റ്റാൻഡ് വെച്ച് അതിനകത്ത് ഹാങ്ങറൊക്കെ തൂക്കി തുണിയൊക്കെ ഇട്ട് ഒരു നിയോൺ സൈൻ പുറകിലൊക്കെ വെച്ച് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നൊരു ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പ്ലാൻ ഉണ്ട്. ഇതൊക്കെ സൈഡിൽ വെച്ച് എസ്തെറ്റിക് ബാക്ക്ഗ്രൗണ്ടൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കി, നിരുപാധികം ഫെയിലായി. പിന്നെ പക്ഷെ നമ്മൾ അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ കാണിക്കാം. ഭയങ്കര ഫണ്ണിയാണ്, ഇതൊക്കെ കുറേ ഉണ്ട് അത് കണ്ടൊക്കെ ചിരിക്കാൻ. അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇതിൻ്റെ വീഡിയോസും കാര്യങ്ങളും ഒക്കെ തുടങ്ങുന്നത്. അപ്പോൾ ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത്, ഞാൻ പറഞ്ഞില്ലായിരുന്നു നമ്മൾ മറ്റേ തുണിയുടെ സ്റ്റാൻഡൊക്കെ വെച്ചിട്ട് ആദ്യത്തെ നമ്മുടെ റീൽസ് എങ്ങനെ എടുക്കണം അതിൻ്റെ BTS വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കാം. ഭയങ്കര ഫണ്ണിയാണെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ? അപ്പം അത് ഞാൻ കാണിക്കാവേ. ചക്കക്കുരുവുണ്ട്, ചക്കക്കുരുവുണ്ട്, ചക്ക പശയുണ്ട്. ചക്ക എന്ന് പറയുന്നത് ഫ്രണ്ട്ഷിപ്പ് പൊടി, മാങ്ങ എന്ന് പറയുന്നത് ലവ് പൊടിയുമാണെന്നാണ് പണ്ട് പഴമക്കാർ പറഞ്ഞിട്ടുള്ളത്. മാങ്ങയ്ക്ക് ചൊനയുണ്ട്, അതുകൊണ്ട് ചൊരിയും. പക്ഷെ ഫ്രണ്ട്ഷിപ്പിന് പശയുണ്ട്, അതുകൊണ്ട് ഊട്ടി നിൽക്കും. ജീൻസ് വേണോ? 2000 രൂപയാവും അല്ലേ? ഇല്ല, സൈസ് മീഡിയം വേണമെങ്കിൽ ഫോളോ. പിന്നെ മാർക്കറ്റിംഗ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ലൊക്കേഷൻ. നമ്മുടെ ഈ സ്റ്റോർ ഇരിക്കുന്നതിൻ്റെ ലൊക്കേഷൻ. ഇപ്പോൾ ബിസിനസ്സൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കും. നമ്മുടെ ലൊക്കേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക്. എന്തുകൊണ്ട് ഞങ്ങൾ ഈ ലൊക്കേഷൻ ചൂസ്? ഞങ്ങൾ ആക്ച്വലി ചങ്ങനാശ്ശേരി ടൗണിലല്ല ഇരിക്കുന്നത്. ടൗണിൽ നിന്ന് കുറച്ച് മാറി നമ്മുടെ ബൈപ്പാസ് റോഡിലാണ് ഇരിക്കുന്നത്. എന്തുകൊണ്ട് ഇവിടെ ചൂസ് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ ബൈപ്പാസ് റോഡ് ആക്ച്വലി വളരെ ഒന്നും ഒരു തരത്തിലുള്ള സ്റ്റോറോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതിരുന്ന ഒരു റൂട്ടായിരുന്നു ഇത്. അപ്പം ഇവിടം എങ്ങനെ ഓണായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചായവാല ഒരു ആളുണ്ടായിരുന്നു. ആ ചേട്ടനാണ് ചായവാലയുടെ ഫ്രാഞ്ചൈസി എടുത്ത് അവിടെ ഒരു ചായവാല എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, ഇപ്പം എല്ലായിടത്തും ഉണ്ടത്, അത് തുടങ്ങുന്നത്. അപ്പം അത് അവിടെ തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും എന്തായി, യങ്സ്റ്റേഴ്സിന് ടൗണിൻ്റെ ആ ഒരു ബിസി അവിടുന്ന് മാറി കുറച്ചൊന്ന് ശാന്തമായിട്ടൊന്ന് പീസായിട്ടൊന്ന് ഇരിക്കാനൊന്ന് ഹാങ് ഔട്ട് ചെയ്യാൻ യങ്സ്റ്റേഴ്സ് പിന്നെ എല്ലാവരും ചായവാലയിലേക്ക് വരാൻ തുടങ്ങി. അപ്പം എല്ലാവരും അവിടെ, കാരണം ചായവാല അന്ന് ഭയങ്കര ഫേമസ് ആണ്. നമ്മളെല്ലാവരും അവിടെ പോയി ചായ കുടിക്കും, അവിടെ ഇരിക്കും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ പ്രായത്തിലുള്ള എല്ലാവരും അവിടെ കാണും. അപ്പം നമ്മുടെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സും എന്തുവാ, ഈ യങ്സ്റ്റേഴ്സ് ആണല്ലോ. പിന്നെ ഈ ഒരു ലൊക്കേഷൻ്റെ പ്രത്യേകത എന്നാന്ന് വെച്ചാൽ, ഇവിടുന്ന് ഒരു 4 ചുവട് അങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ ചങ്ങനാശ്ശേരിയിലെ ഫേമസ് കോളേജസ് ആയ അസംഷൻ കോളേജും SB കോളേജും തൊട്ടടുത്താണ്. 4 ചുവട് നടന്നത്. അവിടെയും ഉള്ളത് ആരൊക്കെയാണ്? നമ്മുടെ ആൾക്കാർ തന്നെയാണ്. അപ്പം അവർക്കും വരാൻ എളുപ്പമുണ്ട്. പിന്നെ അപ്പം ഈ ഒരു ബൈപ്പാസ് റോഡിലാണ് ഞാൻ പറഞ്ഞില്ലേ ഇതുപോലെ ചായവാലയൊക്കെ വന്നതിന് ശേഷം അതിനപ്പുറത്തിപ്പുറത്തൊക്കെ ആയിട്ട് സിമിലർ ഒത്തിരി ബിസിനസ് വന്നു. ഇപ്പം ഇവിടെ എല്ലാം ഇത് നടത്തുന്നത് യങ്സ്റ്റേഴ്സാണ്. ഇവിടെ വരുന്നതും യങ്സ്റ്റേഴ്സാണ്. അവിടുത്തെ കസ്റ്റമേഴ്സും നമ്മുടെ ഏജിലുള്ള ഒക്കെ ആൾക്കാരാണ്. അപ്പം ഇവർക്കൊക്കെ വരാനും എടുക്കാനും ഒക്കെ എളുപ്പമുള്ള ഒരു ലൊക്കേഷനായിട്ട് അപ്പോൾ ഇത് മാറി. അപ്പം ഇത് നല്ലൊരു ഹബ്ബായിട്ട് ഇപ്പം മാറിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ഒത്തിരി ബിസിനസ്സുകൾ ഇവിടെ വന്നു തുടങ്ങുന്നുണ്ട്. ഒത്തിരി കടകൾ ഇപ്പം വന്നു തുടങ്ങി. അപ്പം ഇവർക്കൊക്കെ വരാനൊക്കെ എളുപ്പമാണ്. അപ്പം അങ്ങനെയാണ് നമ്മൾ ഈ ലൊക്കേഷൻ ഫിക്സ് ആക്കുന്നത്. പിന്നെ ഈ ലൊക്കേഷൻ ഫിക്സ് ആക്കാൻ മറ്റൊരു റീസൺ ഉള്ളത്, ഈ ലൊക്കേഷൻ അല്ലെങ്കിൽ ഈ ബിൽഡിങ്ങിൻ്റെ ഓണർ ശ്രീ കാർത്തികപള്ളി സാറാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ഞങ്ങൾ അൺമാരിഡ് ആയിട്ടുള്ള ഒരു കപ്പിൾ, ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട്. അപ്പം ഞങ്ങൾ സാറിൻ്റെ അടുത്ത് ഞങ്ങൾക്ക് ഫിനാൻഷ്യലി റിച്ച് ആയിട്ടുള്ള ഒരു വീടുകളല്ല, ഞങ്ങൾ വെറും മിഡിൽ ക്ലാസ് ഫാമിലീസ് എന്ന് വരുന്ന ആൾക്കാരാണ്. ഞങ്ങളുടെ കയ്യിൽ അത് കൂടെ കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് തുകയും പിന്നെ ഈ ഒരു ഐഡിയയും മാത്രമുള്ള ഞങ്ങൾ സാറിനെ ചെന്ന് കണ്ട്, സാറിൻ്റെ അടുത്ത് ഞങ്ങൾ ഭയങ്കര പ്ലാനൊക്കെ ആയിട്ടോ പോകുന്നത്. അപ്പം സാറിനെ ഞങ്ങൾ കണ്ട് ഞങ്ങളുടെ പ്ലാൻ അവതരിപ്പിച്ച് ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അപ്പം
സാറ് തന്ന ഒരു സപ്പോർട്ട്, കാരണം വേറെ എനിക്ക് ഉറപ്പാണ് വേറെ ആരെങ്കിലും ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നടക്കത്തില്ല എന്നും പറഞ്ഞ് ഞങ്ങളെ വേണേ ഇറക്കി വിട്ടേനെ. ബട്ട് ഹീ വെൽക്കംഡ് വിത്ത് ബോത്ത് ഓഫ് ഹിസ് ഹാൻഡ്സ്. കാരണം സാർ ഭയങ്കര സപ്പോർട്ടായിരുന്നു. സാറിന് ഭയങ്കരമായിട്ട് ഞങ്ങളുടെ ഈ ഐഡിയ ഇഷ്ടപ്പെട്ടു. സാറിൻ്റെ കുറേ ഐഡിയാസും, സാറൊരു ബിസിനസ്സുകാരനാണ്, അപ്പോൾ സാറും കുറേ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കും പറഞ്ഞു തന്നു. ഞങ്ങളുടെ ഐഡിയാസ് സാറ് കേട്ടു. ആൻഡ് ഹി വാസ് ടോട്ടലി കൺവിൻസ്ഡ് ആൻഡ് ഹി വാസ് ഹാപ്പി. ആൻഡ് സാറിന് കുറേ ഉറപ്പുണ്ടായിരുന്നു ഇത് സക്സസ്ഫുൾ ആകും എന്നുള്ളത്. അങ്ങനെ സാറ് ഞങ്ങൾക്ക് കൈ തന്നു. അപ്പം സാറ് ഇന്ന് ഈ ഒരു ദിവസം വരെ സാറ് ഞങ്ങൾക്ക് ബിസിനസ്സിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള എല്ലാ രീതിയിലും, ലൈക്ക് ഒരു ഓണർ എന്നൊരു രീതിയിലല്ല, സാറൊരു ഒരു ബിഗ് ബ്രദർ അല്ലെങ്കിൽ ഒരു അച്ഛൻ എന്നൊരു സ്ഥാനത്ത് നിന്നുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അതിനുള്ള ഗൈഡൻസും സപ്പോർട്ടും ഒക്കെ തന്ന്. അപ്പം അങ്ങനെ ഒരു ഓണറിനെ നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര പാടാണ്. കാരണം ഒരുപാട് ബിൽഡിങ്സ് നമ്മൾ എടുക്കുമ്പോൾ അറിയാം, നമ്മൾ കേൾക്കാറുണ്ട് ആ ബിൽഡിങ്ങിന് ഓണർ ഭയങ്കര ചൊറിയാ, അയാൾ ഭയങ്കര വള്ളിയാ എന്നൊക്കെ നമ്മളിങ്ങനെ കേൾക്കാറുണ്ട്. പക്ഷെ അങ്ങനെ ഒരു കാര്യം ഞങ്ങൾക്ക് ഇന്നേ വരെ പറയേണ്ടി വന്നിട്ടില്ല. കാരണം അത്രയ്ക്ക് നിങ്ങളുടെ തങ്ക കുടമാണ് സാർ. അത് ആദ്യമേ ഇപ്പോൾ സ്റ്റോറിലുള്ള അത്രയും പോലും പ്രോഡക്ട്സ് നമുക്ക് ആദ്യമൊന്നും ഇല്ലായിരുന്നു. ആദ്യം ആ നടുക്കത്തെ സ്റ്റാൻഡോ കാര്യങ്ങളോ ഒന്നുമില്ല. ജസ്റ്റ് ഈ ഓരോ ഭിത്തിയോട് ചേർന്ന് മാത്രം കുറച്ച് സ്റ്റാൻഡുകളും അതിനകത്ത് ക്ലോത്ത്സും ആയിരുന്നു മാത്രം ഉള്ളത്. പിന്നെയാണ് നമ്മളത് കുറച്ചുകൂടെ കളക്ഷൻ കൂട്ടി കുറേ കാര്യങ്ങളൊക്കെ, കുറേ ഇന്നോവേഷൻസ് ഒക്കെ നടത്തി അത് കുറച്ച് ഇതാക്കിയത്. അങ്ങനെ നമ്മൾ കടയുടെ പണിയൊക്കെ തീർന്ന് നമ്മൾ സ്റ്റോക്കൊക്കെ ഇറക്കി. ഞാൻ ഇന്ന് ഓർക്കുന്നു, തലേ ദിവസം രാത്രി ഉറങ്ങാതെ, കാരണം നമുക്ക് ആരും ഹെൽപ്പ് ചെയ്യാനില്ല, ആരുമില്ല, ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെയൊക്കെ ഫ്രണ്ട്സ് എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ട്രിവാൻഡ്രത്തൊക്കെ പഠിച്ചത് കൊണ്ട് തന്നെ നമുക്ക് അടുത്ത് ഫ്രണ്ട്സൊന്നും ഇല്ല. ഉള്ളവരൊക്കെ തന്നെ വല്ല UK കാനഡയിലോ ഒക്കെ ആയിരുന്നിരിക്കും. അപ്പം ആരും ഇല്ല നമുക്ക്, ഞങ്ങൾ രണ്ടുപേരും കൂടെ മാത്രമാണ് ആ സ്റ്റോക്ക് അത്രയും അടുക്കി കയറ്റി. രാത്രിയിൽ ഞാൻ 3-4 മണിയും കണ്ടായിരിക്കും തോന്നുന്നു കിടന്നപ്പോൾ. കാരണം അങ്ങനെ കിടന്ന് ഓടി എല്ലാം സെറ്റ് ചെയ്ത് നമ്മളങ്ങനെ ചെയ്തെടുത്തു. അങ്ങനെ പിന്നെ ഇനാഗ്രേഷന് നമ്മൾ ആൾക്കാരെ ക്ഷണിക്കണമല്ലോ. ആദ്യം നമ്മൾ വലിയ വലിയ പടവണ്ടാര ലിസ്റ്റൊക്കെ ഉണ്ടാക്കി. അമ്മാവന്മാർ, മാമിമാർ, മാമന്മാർ, അത് ഇത് അയലോക്കക്കാർ, ഇങ്ങനെ കുറേ ലിസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും ലാസ്റ്റ് നമ്മൾ തീരുമാനിച്ചു, അതായത് നമ്മുടെ ഒരു സംരംഭം, നമ്മൾ ആദ്യമായിട്ട് തുടങ്ങുന്ന ഒരു സംരംഭം. അപ്പം നമ്മൾ അതിൽ വിളിക്കുന്ന ആൾക്കാർ നമ്മളോട് സ്നേഹമുള്ളവരായിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ട് കാണണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാർ. അല്ലാണ്ട് എല്ലാ ബന്ധുവായതുകൊണ്ട് അല്ലെങ്കിൽ അറിയാവുന്ന ആളായതുകൊണ്ട് വിളിച്ച് അവരെ ഇനാഗ്രേഷനെ വിളിച്ചുകൊണ്ട് നമുക്ക് ഒന്നും നേടാനില്ല. പക്ഷെ അതേസമയം നമ്മളെ സ്നേഹിക്കുന്നവർ അല്ലെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ട് കാണണമെന്ന് ആഗ്രഹമുള്ളവരെ വിളിക്കുമ്പം അവർ ഉറപ്പായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ നമ്മളെ അനുഗ്രഹിക്കും. അപ്പം ഞങ്ങൾ ആ ലിസ്റ്റൊക്കെ കട്ട് ഷോട്ട് ചെയ്ത് വന്നപ്പോൾ വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. എങ്കിൽ പോലും ആ വന്നവരെല്ലാവരും ഞങ്ങൾക്ക് ഉറപ്പാണ് ഞങ്ങളെ സ്നേഹിക്കുന്നവർ അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ മാത്രമായിരിക്കും എന്നുള്ളത്. അപ്പം അങ്ങനെയുള്ളവരും വിളിച്ചു. പിന്നെ ഇവൻ്റെ സിസ്റ്റർ, ബോയ്ഫ്രണ്ടിൻ്റെ സിസ്റ്റർ, അവൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ ടൈമിൽ. അപ്പം അവളുടെ സ്കൂളിലുള്ള ഫ്രണ്ട്സിനെയും എല്ലാവരെയും ഞങ്ങൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവരൊക്കെയാണ് നമ്മുടെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ്. അപ്പോൾ അവരെ എല്ലാം വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് അറിയാവുന്ന ബന്ധുക്കൾ, ഫ്രണ്ട്സ്. അപ്പോഴാണ് ഇനാഗ്രേഷൻ ആര് ചെയ്യണം എന്ന് അറിയാം. അപ്പം യൂഷ്വലി ഇപ്പോൾ ഉള്ളൊരു ട്രെൻഡാണല്ലോ, ഏതെങ്കിലും വലിയ സെലിബ്രിറ്റീസ്, നമ്മൾ കുറേ പൈസയൊക്കെ കൊടുത്ത് സെലിബ്രിറ്റീസിനെയൊക്കെ കൊണ്ടുവന്ന് കുറച്ച് ആളാനൊക്കെ ഉണ്ടാക്കി പിന്നെ ആ വഴിക്കൊന്നും ആരും പോകത്തു പോലും ഇല്ല. അപ്പം ഇതിനോട് നമുക്ക് താല്പര്യമില്ലായിരുന്നു. കാരണം അത് നേരത്തെ ഞാൻ പറഞ്ഞ ആ സംഭവം തന്നെയാണ്, നമ്മളെ സ്നേഹിക്കുന്നവരെ അല്ലെങ്കിൽ നമുക്ക് വേണ്ടി നന്നായിട്ട് നമ്മൾ നന്നാവണമെന്ന് ആഗ്രഹിക്കുന്നവരെ മാത്രം വിളിക്കുക എന്നുള്ളത്. അങ്ങനെ ഇനാഗ്രേഷൻ ആര് ചെയ്യണമെന്ന് വിചാരിച്ചപ്പോൾ ഞങ്ങൾ നേരിട്ട് അത് സിറീജ് സാറിന് തന്നെ കൊടുക്കും, നമ്മുടെ ബിൽഡിങ്ങിന് ഓണർ. അപ്പം സാറ് തന്നെ ചെയ്താൽ മതി എന്ന് ഞങ്ങൾക്ക് നിർബന്ധമായിരുന്നു. കാരണം സാറിനെ പോലെ ആപ്റ്റായിട്ടുള്ള വേറൊരു വ്യക്തി അവിടെ ഇല്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ സാറിനെ തന്നെ ഏൽപ്പിച്ചപ്പോൾ ഞങ്ങൾ അങ്ങനെയാണ് സാർ ഉദ്ഘാടനം ചെയ്ത്. അങ്ങനെ ഓഗസ്റ്റ് 12-ാം തീയതി 2023, നമ്മൾ ഈ പ്ലാനിങ് ഒക്കെ തുടങ്ങുന്നത് ഒരു ജൂൺ അവസാനം ജൂലൈ തുടക്കം കേട്ടോ. ഏകദേശം ഒരു 1.5 മാസം കൊണ്ട് നമ്മൾ പണിയെല്ലാം തീർത്ത് സ്റ്റോക്കൊക്കെ ഇറക്കി ഓഗസ്റ്റ് മാസം 12-ാം തീയതി 2023 നമ്മൾ ഈ ഷോൾട്ട് ഇനാഗ്രേറ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെ നമ്മുടെ ബിസിനസ് തുടങ്ങി. അപ്പോൾ ആദ്യമൊക്കെ നമുക്ക് നമ്മളെ അറിയാവുന്നവരും ബന്ധുക്കളും നമ്മളെ വിളിച്ച ആൾക്കാരും ഒക്കെ വന്ന് അങ്ങനെ കുറച്ച് സെയിൽ നടന്നല്ലാതെ ഇന്നാരും ആ വഴിക്ക് വന്നിട്ടില്ല. കാരണം ഇങ്ങനൊരു ബിസിനസ് ഇവിടെ തുടങ്ങി എന്നുള്ളത് ആർക്കും അറിയത്തില്ലല്ലോ.
അങ്ങനെ അപ്പം ഞങ്ങൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞങ്ങൾ ഇതുപോലെ വീഡിയോസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ അതിനിടയ്ക്ക് കോളേജസിന് ഒരു ഓഫർ ഇട്ടു. ഒരു മന്ത് ലൈക്ക് ഓരോ ആഴ്ച ഓരോ കോളേജിന് ഓഫർ അങ്ങനെ ഇട്ടു. അപ്പോൾ കോളേജ് പിള്ളേർക്കിടയ്ക്ക് നമ്മൾ ഇറങ്ങി, അതായത് ഇങ്ങനൊരു സ്റ്റോർ ഇവിടെ ഉണ്ട്, ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ഓഫർ കിട്ടും എന്നുള്ളത്. അപ്പം അങ്ങനെ കോളേജിലുള്ള പിള്ളേരെല്ലാം അറിഞ്ഞു. അങ്ങനെ കോളേജിലെ പിള്ളേർ വരാൻ തുടങ്ങി. പിന്നെ പതിയെ അവർ വഴി അറിഞ്ഞ് കസ്റ്റമേഴ്സ് വരാൻ തുടങ്ങി. നമുക്ക് പിന്നെ ദൂരെ നിന്നുള്ള കസ്റ്റമേഴ്സ്, നമ്മുടെ വീഡിയോസ് വഴി ദൂരെ നിന്നുള്ള കസ്റ്റമേഴ്സ്, ലൈക്ക് തുടക്ക കാലത്തിൽ ഞാൻ ഓർക്കുന്നുണ്ട്, ലൈക്ക് എറണാകുളത്തു നിന്നൊക്കെ വണ്ടിയും വിളിച്ച് ഇവിടെ കസ്റ്റമേഴ്സ് വന്നിട്ടുണ്ട് തുടങ്ങിയ സമയത്ത് ഞാൻ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം കാരണം നമ്മുടെ വീഡിയോസ് അപ്പം തൊട്ടേ തുടക്കം തൊട്ടേ നമ്മൾ റീച്ച് ഉള്ളതുകൊണ്ട് അങ്ങനെ പിന്നെ പതിയെ സെയിൽസ് ഒക്കെ വന്നു തുടങ്ങി. പിന്നെ ഈവൻ ഞങ്ങളുടെ ഒരു ദിവസത്തെ ഞങ്ങളുടെ സ്പെൻഡിങ് ലിമിറ്റ് പോലും ഞങ്ങളുടെ അന്നത്തെ കച്ചവടം അനുസരിച്ച്, നല്ല കച്ചവടമുള്ള ദിവസമാണെങ്കിൽ ഞങ്ങൾ നന്നായിട്ട് ഫുഡ് കഴിക്കും. കച്ചവടം കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ വല്ല തട്ടുകടയിൽ നിന്ന് വരിക്കും. അങ്ങനെയായിരുന്നു. ലൈക്ക് ഞങ്ങളുടെ ലൈഫും ഇവിടുത്തെ കച്ചവടവും ലൈക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ പോലെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഇതേ സമയത്ത് ഞങ്ങൾ ലിവിങ് ടുഗദർ ആയിരുന്നു. അത് ലിവിങ് ടുഗദർ ആകാൻ വേണ്ടി ആയതല്ല, കാരണം രാവിലെ ഞാനൊരു 9 മണിക്ക് നമ്മൾ സ്റ്റോറിൽ കയറുന്ന ആളാണ്. പിന്നെ രാത്രി 8 മണി വരെ. അപ്പോൾ പിന്നെ ഞാൻ ആ കൂടെ കിടക്കാൻ വേണ്ടി മാത്രമാണ്, ഞാനിവിടെ ഹോസ്റ്റലിലായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അതിന് ഈ കിടക്കാൻ വേണ്ടി മാത്രം ഞാൻ ഹോസ്റ്റലിൽ ഒരു 10,000 രൂപ കൊടുക്കുന്നത് ഭയങ്കര എനിക്ക് നഷ്ടമായിരുന്നു. അപ്പോൾ ആ ടൈമിൽ ഞങ്ങൾ പിന്നെ ഒന്ന് ഓർത്ത് തന്നെ, പിന്നെ എന്തായാലും രാത്രിയിൽ കാര്യം മാത്രമല്ലേ ഉള്ളൂ. അപ്പം പിന്നെ അങ്ങനെ ഞങ്ങൾ ലിവിങ് ടുഗദർ ആയതാണ്. അത് കുറേ കാലം കഴിഞ്ഞാണ് ഞങ്ങൾ തന്നെ റിയലൈസ് ചെയ്തത്, അയ്യോ നമ്മൾ ശരിക്കും ലിവിങ് ടുഗദറാ എന്ന്. അങ്ങനെ നമ്മുടെ പിന്നെ പതിയെ സെയിൽസ്, നമുക്ക് ആൾക്കാർ വരാൻ തുടങ്ങി, കസ്റ്റമേഴ്സ് വരാൻ തുടങ്ങി. അങ്ങനെ പിന്നെ അത് നമുക്ക് അതിനിടയ്ക്ക് നമ്മുടെ ആദ്യത്തെ സ്റ്റാഫ് എന്നൊക്കെ പറയുന്നത് ഒരു പെങ്കൊച്ചായിരുന്നു. അവൾ ട്രെൻഡ്സിലൊക്കെ നിന്ന് പരിചയമുള്ള ഒരു പെങ്കൊച്ചായിരുന്നു, ഒരു കൊച്ചു പെങ്കൊച്ച് അവളായിരുന്നു. അത് കഴിഞ്ഞ് നമുക്ക് പിന്നെയും വേറെ സ്റ്റാഫ്സൊക്കെ വന്നവരെല്ലാം നല്ല സ്റ്റാഫുകളായിരുന്നു, അവർക്ക് ഒരു കുഴപ്പമില്ല. അത് കഴിഞ്ഞൊരു ചേച്ചി, ഒരു 30+ ഏജുള്ളൊരു ചേച്ചി ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ സ്റ്റാഫ് അതിനിടയ്ക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ബിസിനസ്സൊക്കെ ഏകദേശം സെറ്റായി. നമുക്ക് ഒരു മാസം എന്ത് കിട്ടും അല്ലെങ്കിൽ എന്നാ ഉണ്ടാവും എന്നുള്ള ടാർഗറ്റ് എല്ലാം നമുക്ക് വരാൻ തുടങ്ങി. നമ്മുടെ ബിസിനസ് ഏകദേശം സെറ്റായി. അതിനുശേഷം ഒരു കുറച്ച് മാസങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ മറ്റേ ചേച്ചി എന്ത് ചെയ്യുക ക്വസ്റ്റ്യൻ അത് തന്നെ, കുറച്ച് മാസങ്ങൾക്ക് ശേഷമാണ് നമുക്ക് സ്റ്റാഫിൻ്റെ ആവശ്യം വന്നപ്പോൾ നമ്മൾ ഇതുപോലെ OLX ഒരു ആഡ് ഇട്ടു. അപ്പം ആഡ് കണ്ടുകൊണ്ട് എനിക്ക് ഈ ചേച്ചി എനിക്ക് മെസ്സേജ് അയക്കുവാണ്. ചേച്ചിയല്ല, ആക്ച്വലി എന്നെക്കാൾ ഇളയ ആളാണ്. അപ്പോൾ അവൾ എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചു. പറഞ്ഞു വന്നപ്പോഴത്തേക്ക് അവൾ എൻ്റെ കൂടെ പണ്ട് എൻ്റെ കൂടെ അല്ല, എൻ്റെ ജൂനിയറായിട്ട് പണ്ട് പഠിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ എനിക്കറിയാം അവളെ. അപ്പോൾ അവൾ എനിക്ക് മെസ്സേജ് അയച്ചു, ഇതുപോലെ ചേച്ചി ഞാൻ ആഡ് കണ്ടു, ഇതുപോലെ ജോലിക്ക് സ്റ്റാഫിനെ വേണം, സെയിൽസ് സ്റ്റാഫ് വേണം എന്ന് കണ്ടു. അപ്പം അങ്ങനെ പിറ്റേ ദിവസം അവൾ വന്നു, ഞങ്ങൾ ഇൻ്റർവ്യൂ എടുത്ത് ഞങ്ങളങ്ങനെ അവളെ സെലക്ട് ചെയ്തു. അങ്ങനെ അവൾ ജോലിക്ക് കയറി. അപ്പം നമ്മൾ ജോലിക്ക് കയറി. പിന്നെ നമ്മൾ ഒരുമിച്ച് അവൾ വീഡിയോസ് എടുക്കാൻ റെഡിയാണെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ വീഡിയോസ് കൂടെ എടുപ്പിക്കാൻ തുടങ്ങി. അപ്പം കണ്ടന്റ് ഐഡിയാസൊക്കെ ഒന്നെങ്കിൽ ലൈക്ക് വൈറൽ കണ്ടന്റ് ഐഡിയാസൊക്കെ മിക്കപ്പോഴും ബോയ്ഫ്രണ്ട് അവൻ്റെ തലയിൽ വരുന്നതായിരിക്കും, അല്ലെങ്കിൽ ബാക്കി നോർമൽ കണ്ടന്റ് ഐഡിയാസൊക്കെ ഞാൻ തന്നെ കണ്ടുപിടിച്ചെടുക്കുന്നതാണ്. അപ്പം ഞാനത് പറഞ്ഞു കൊടുത്ത് നമ്മൾ ഒന്നെങ്കിലും ഒരുമിച്ചായിരിക്കും ചെയ്യുക, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഞാൻ ചെയ്യിപ്പിക്കുമായിരുന്നു. അപ്പം ഇതിനിടയ്ക്കാണ് നമുക്ക് യൂട്യൂബ് നമ്മുടെ സിൽവർ ബട്ടൺ കിട്ടി. അങ്ങനെ നമുക്ക് പേയ്മെൻറ്റ് സ്റ്റാർട്ടായി. വളരെ ചെറിയ തുകയാണെങ്കിൽ പോലും നമ്മൾ അതിൻ്റെ ഒരു ഷെയർ, ലൈക്ക് അവളുടെ ഒരു ഷെയർ നമ്മൾ യൂട്യൂബിൽ നിന്ന് യൂട്യൂബ് പേയ്മെൻറ്റ് നമ്മൾ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പാർട്ട് ഫ്രം സാലറി ആൻഡ് ഇൻസെൻറ്റീവ്. നമുക്ക് ഒരു മാസത്തിൽ ഇത്ര ടാർഗറ്റ് അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻസെൻറ്റീവ് കൊടുക്കുന്നുണ്ട്. പോരാഞ്ഞ് നമുക്ക് യൂട്യൂബിൽ നിന്നുള്ളൊരു ചെറിയ വരുമാനവും ഞങ്ങളെ കൊണ്ടാവുന്ന രീതിയിൽ, അത് കിട്ടുന്ന രീതിയിൽ നമ്മൾ അവർക്കും അതും നമ്മൾ കൊടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പം സ്റ്റാഫ് ആണെങ്കിൽ പോലും നമ്മൾ എപ്പോഴും ആലോചിക്കുന്നത്, ഞാൻ പെട്ടെന്ന് ഒരാളുമായിട്ട് അടുത്ത് കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് അവരെ ട്രസ്റ്റ് ചെയ്യും. നമ്മളൊരു പേഴ്സണൽ കണക്ഷൻ പെട്ടെന്ന് ഉണ്ടാക്കാനുള്ളൊരു ഇതുണ്ട് എനിക്ക്. അപ്പം എനിക്ക് പറ്റിപ്പോയ എന്നാന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ അവരുമായിട്ടൊരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടാക്കാൻ പാടില്ല. ലൈക്ക് അവർ എല്ലാവരും നമ്മുടെ ലൈഫിൽ പെർമനൻ്റ് ആയിട്ടുള്ള ആൾക്കാർ, നമ്മുടെ ഫാമിലി, ഫ്രണ്ട്സ്, അവരൊക്കെ നമുക്ക് എപ്പോഴും പെർമനൻ്റ് ആണ്. പക്ഷെ അല്ലാത്തുള്ള ആൾക്കാർ നമ്മളെപ്പോഴും അവർക്ക് നമ്മൾ ഒത്തിരി പേഴ്സണലി ഇൻവോൾവ് ആവാൻ പാടില്ല. കാരണം ഈവൻ ഒരു നമുക്ക് ആളെ ഫയർ ചെയ്യേണ്ട ഒരു റീസൺ വന്നപ്പോൾ പോലും നമ്മളത് വേണ്ട എന്ന് വെക്കാൻ കാര്യം ഈ ഒരു ഇമോഷണൽ കണക്ഷൻ അല്ലെങ്കിൽ ഒരു പേഴ്സണൽ കണക്ഷൻ ഉള്ളതുകൊണ്ടാണ്. പോട്ടെ, അവൾ പാവം, അവൾ നമ്മുടെ കൊച്ചല്ലേ,
അങ്ങനെ ഒരു ഇത് നമുക്ക് എപ്പോഴും അത് നമ്മൾ ഒരിക്കലും അങ്ങനെ നമ്മുടെ സ്റ്റാഫിനോടോ അല്ലെങ്കിൽ നമ്മൾ പ്രൊഫഷണലി നമ്മൾ വർക്കിംഗ് എൻവയൺമെൻറ്റിൽ നമ്മളെപ്പോഴും പ്രൊഫഷണൽ രീതിയിൽ ഇടപെടാവുള്ളൂ. ഒരിക്കലും അതിനകത്തേക്ക് പേഴ്സണൽ കണക്ഷൻസ് കൊണ്ടുവരാൻ പാടില്ല എന്നുള്ളൊരു ചാപ്റ്റർ ഞാൻ അതിൽ നിന്നാണ് പഠിക്കുന്നത്. അപ്പം ബിസിനസ്സിലാവുമ്പോഴത്തേക്ക് നമുക്ക് വിശ്വസിക്കാവുന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ട്, വിശ്വസിക്കാൻ പറ്റാത്തവരെയും കണ്ടിട്ടുണ്ട്, വിശ്വസിക്കാൻ പറ്റാത്തവരെ നമുക്ക് പുറത്താക്കേണ്ട വന്നിട്ടുണ്ട്. അപ്പം എനിക്ക് മിസ്റ്റേക്സ് പറ്റിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ പേഴ്സണലി ആരുമായിട്ടും നമ്മൾ ഒത്തിരി അടുക്കാനോ ഒരു ഇമോഷണൽ കണക്ഷൻ വയ്ക്കാനോ പാടില്ല. അപ്പം എപ്പോഴും നമ്മൾ പ്രൊഫഷണലി ഇടപെടാനേ പാടുള്ളൂ എന്നുള്ള കാര്യം ഞാൻ പഠിച്ചതും ഈ ബിസിനസ്സിലൂടെ തന്നെയാണ്. അപ്പം നമുക്ക് ഈ പറഞ്ഞു വിടാനുള്ള റീസൺ എന്നാന്നൊന്നും ചോദിക്കേണ്ട, നമ്മൾ അതൊന്നും റിവീൽ ചെയ്യാൻ നമുക്ക് താല്പര്യമില്ല. ഇങ്ങനെ റിവീൽ ചെയ്യാനുള്ള റീസൺ ഒന്നും ഇപ്പം ഇല്ലാത്തതുകൊണ്ട് നമ്മളത് റിവീലൊന്നും ചെയ്യുന്നില്ല. പിന്നെ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് എന്ത് ചെയ്യാ ചേച്ചി എന്ത് ചോദിക്കുമ്പോൾ നമ്മൾ പഠിക്കാൻ പോയി എന്നൊക്കെയാണ് പറയുന്നത്. നമുക്ക് അറിഞ്ഞുകൂടാ പഠിക്കുകയാണോ അല്ലയോ എന്നുള്ളത്. നമ്മൾ എന്തായാലും നമ്മൾ വിട്ടു, ആളെ നമ്മൾ ഇവിടുന്ന് വിട്ടു. പക്ഷെ ഒരു വഴക്കോ അല്ലെങ്കിൽ ഒരു ബഹളമോ അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ഗ്രഡ്ജൊന്നും വെച്ചിട്ടൊന്നും അല്ല കേട്ടോ. അങ്ങനെയുള്ള ഒരു ഇഷ്യൂസും ഇവിടെ ഇല്ല. അപ്പോൾ ഈ ബിസിനസ് ഞാൻ എൻ്റെ ചോരയെ നീര് ഒഴുക്കുണ്ടാക്കിയത് ഞാനല്ല, ഞാനും അവനും മാത്രം. ഇതിൻ്റെ ബേസ് തൊട്ട് ഈ നിമിഷം വരെ ഇത് എത്തിയിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ രണ്ടുപേരുടെയും റിസ്ക്കും ഞങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റും ഞങ്ങളുടെ ഹാർഡ് വർക്കും ഞങ്ങളുടെ ഡെഡിക്കേഷനും. അപ്പോൾ ഇതിനിടയ്ക്ക് ഒരുപാട് സ്റ്റാഫ്സ് വന്നിട്ടുണ്ട്, പോയിട്ടുമുണ്ട്. ഈവൻ ഞങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരം അന്നം ഫുഡ് കൊണ്ട് തന്നുകൊണ്ടിരുന്നൊരു ചേച്ചി ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് പേര് വന്നു പോയിട്ടുണ്ട്. അപ്പം അവരിൽ നിന്ന് നമ്മൾ പലത് പഠിക്കുകയും ചെയ്യും. നമ്മൾ അവർക്ക് അർഹമായ സാലറിയും കാര്യങ്ങളും ഒക്കെ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് കുറേ കമൻസ് ഞാൻ കണ്ടു, ഇറക്കി വിട്ടോ, പറ്റിച്ചോ, നിങ്ങൾ തമ്മിൽ അടിച്ചു പിരിഞ്ഞോ, ഇങ്ങനെയുള്ള കുറേ കമൻറ്റുകൾ ഞാൻ കണ്ടു. അതുകൊണ്ടാണ് ഈ ഒരു എക്സ്പ്ലനേഷൻ തരേണ്ടി വരുന്നത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഓൺലൈൻ ഷോപ്പിംഗ് അവൈലബിൾ ആണോ എന്ന് ചോദിച്ചാൽ ഓൺലൈൻ ഷോപ്പിംഗ് നമുക്ക് അവൈലബിൾ ആണ്. കറൻ്റ്ലി നമുക്കിപ്പോൾ വെബ്സൈറ്റ് ഇല്ല. വെബ്സൈറ്റ് ഇസ് അണ്ടർ കൺസ്ട്രക്ഷൻ. നമ്മൾ വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യുന്നതേ ഉള്ളൂ. അത് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ വെബ്സൈറ്റ് നമ്മൾ ഓപ്പൺ ചെയ്യും. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾക്ക് DM ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് നമ്പറിലാണെങ്കിലും നിങ്ങൾക്ക് എന്താണോ വേണ്ടത് നിങ്ങളുടെ നീഡ്സ് പറയാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ റീൽസിന്നും ഷോർട്സിന്നും ഒക്കെ ഉള്ള സ്ക്രീൻഷോട്ട്സോ അതിൽ കാണിക്കുന്ന ഏതെങ്കിലും ഡ്രസ്സാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങളുടെ റെഫറൻസസ് ഒക്കെ അയച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെയുള്ള കളക്ഷൻസ് നമുക്ക് ഫോട്ടോസോ വീഡിയോസോ ഒക്കെ ആയിട്ട് നമ്മൾ അയക്കുന്നതാണ്. അപ്പം അങ്ങനെയാണ് ഇപ്പോൾ ഓൺലൈൻ ഷോപ്പിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. വെബ്സൈറ്റ് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ കുറച്ചും കൂടെ എളുപ്പമാകും. അപ്പം ഏത് രീതിയിലാണെങ്കിലും വെബ്സൈറ്റ് ഓപ്പൺ ചെയ്താൽ നമ്മൾ ഇൻസ്റ്റഗ്രാമിലും വാട്സപ്പിലും നമ്മൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ അവിടെ എപ്പോഴും ഉണ്ടായിരിക്കും. അപ്പം അങ്ങനെയാണ് ഓൺലൈൻ ഷോപ്പിംഗ് നടക്കുന്നത്. പിന്നെ ഡെലിവറി ഉണ്ടോ എന്ന് ചോദിക്കുന്നവരോട് ഡെലിവറി നമുക്കുണ്ട്. നമുക്ക് ഇൻസൈഡ് കേരളയും വിത്തിൻ ഇന്ത്യ ഒക്കെ നമുക്ക് അയക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും നേരം എന്നെ കേട്ടുകൊണ്ടിരുന്ന എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. കാരണം നിങ്ങളെ സപ്പോർട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാനിവിടെ എങ്ങും എത്തത്തില്ല. ഈവൻ നമ്മുടെ കയ്യിൽ നിന്നൊന്നും വാങ്ങിയിട്ടില്ലെങ്കിൽ പോലും ഒരുപാട് പേരുണ്ട് യൂട്യൂബിൽ ഒരു ദിവസം നമ്മുടെ വീഡിയോ കണ്ടില്ലെങ്കിൽ എന്ത് പറ്റി എവിടെയായിരുന്നു എന്ന് ചോദിക്കുന്നവരുണ്ട്. എൻ്റെ മുഖത്തൊരു ക്ഷീണം കണ്ടു എന്ത് പറ്റി, പനിയാണോ, സൗണ്ട് വയ്യേന്ന് ചോദിക്കുന്നവരുണ്ട്. അപ്പം ശരിക്കും നിങ്ങളൊക്കെ ഫാമിലി പോലെയാണ്. കാരണം നിങ്ങളുടെ സപ്പോർട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സ്നേഹം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ എങ്ങും എത്തത്തില്ല. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും ഉണ്ടാവണം. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും എൻ്റെ ഫാൻസ് ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ നിങ്ങളുടെ സപ്പോർട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പാർട്ടിസിപ്പേഷൻ ഇല്ലാതെ പീച്ചോട്ട് എങ്ങും എത്തത്തില്ലായിരുന്നു. ഇപ്പം നമ്മുടെ കസ്റ്റമേഴ്സ്, നമ്മുടെ ഫ്രണ്ട്സ്, പിന്നെ ഈ യൂട്യൂബിലുള്ള സബ്സ്ക്രൈബേഴ്സ്, ഇൻസ്റ്റാഗ്രാമിലുള്ള ഫോളോവേഴ്സ് എല്ലാവരും എനിക്ക് ഓരോ ആളും ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്, ഒത്തിരി പ്രിയപ്പെട്ടതാണ്. അപ്പം നിങ്ങൾ ഇനിയും എന്നെ സപ്പോർട്ട് ചെയ്യും അല്ലെങ്കിൽ എന്ന് ഞാൻ വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഉറപ്പായിട്ട് നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാവും എന്നെനിക്കറിയാം. അപ്പം ഇനിയും വീഡിയോസൊക്കെ നമുക്ക് ലോങ് വീഡിയോസ് ചെയ്യാൻ എനിക്ക് ഭയങ്കര മടിയാണ്. പക്ഷേ ഇനിയും ഞാൻ ഒത്തിരി വീഡിയോസൊക്കെ ആയിട്ട് വരാം കേട്ടോ. അപ്പം നിങ്ങൾ ഇത്രയും നാളും തന്ന സപ്പോർട്ട് ഇനിയും തരും എന്ന് വിശ്വസിക്കുന്നു. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് ഇനിയും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. നമ്മൾ അതിന് വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പം ശരി. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ. ബൈ.